സന്ധ്യ കഴിഞ്ഞ് ആകാശം ഇരുണ്ടു തുടങ്ങിയിരുന്നു. മാധവൻ തന്റെ പഴയ ചാരുകസേര വലിച്ചിട്ട് ബാൽക്കണിയിലിരുന്നു. നരച്ചു തുടങ്ങിയ മുടിയിഴകളെ തഴുകി തണുത്ത കാറ്റ് കടന്നുപോയി. കയ്യിലുള്ള പത്രത്തിലോ മൊബൈലിലോ നോക്കാൻ അയാൾക്ക് തോന്നിയില്ല. പകരം ആകാശത്തെ ഒരു നക്ഷത്ര ഉന്നം വെച്ച് അയാൾ നോക്കിയിരുന്നു. എന്നിട്ട്, പ്രായം ഒരുപാടായി ദേവു, അയാൾ സ്വയം മന്ത്രിച്ചു. നിനക്ക് അരികിലേക്ക് വരാറായിരുന്നു ഞാൻ, നീ നേരത്തെ അങ്ങ് പോയില്ലേ? ആ വാക്കുകൾ ആ നക്ഷത്ര പ്രകാശത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ അയാൾക്ക് തോന്നി. ദേവു ഇപ്പൊ പോയിട്ട് 10 വർഷമാകുന്നു. വീടിന്റെ ഓരോ കോണിലും അവളുടെ ചിരിയും പരിഭവങ്ങളും ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ വലിയ വീട് നിശബ്ദമാണ്. നമ്മുടെ മക്കൾ എല്ലാവരും സ്വന്തം ചിറക് വിരിച്ച് പറന്നു തുടങ്ങി. അയാളുടെ കണ്ണുകൾ നനഞ്ഞു. വല്ലപ്പോഴും വരുന്ന ഫോൺ കോളുകളിൽ അവർ തിരക്കിലുമാണ്. അവർക്ക് അവരുടെ കുടുംബം, അവരുടെ ലോകം, അത് സ്വാഭാവികമാണ് എന്ന് മാധവൻ അറിയാം. പക്ഷെ ആ വലിയ മുറ്റത്ത് കുട്ടികൾ ഓടിക്കളിച്ചിരുന്ന കാലം ഇന്നലെ എന്ന പോലെ അയാളുടെ ഉള്ളിലുണ്ട്. ഇനി ഞാൻ നിനക്കരികിലേക്ക് വരാനുള്ള കാത്തിരിപ്പാണ്, അയാളൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ബാൽക്കണിയിലെ ചെടിച്ചട്ടികളിൽ ദൈവം നട്ട നനച്ച നിത്യ കല്യാണ ചെടികൾ ഇപ്പോഴും പൂത്തു നിൽപ്പുണ്ടായിരുന്നു. താഴെ മുറ്റത്ത് നിലാവിന്റെ വെട്ടം പടർന്നു. പെട്ടെന്ന് കാറ്റിൽ ഒരു തുളസി ഇലയുടെ മണം പടരുന്നത് മാധവൻ അറിഞ്ഞു. ദേവു അരികിലുണ്ടെന്ന് ഒരു തോന്നൽ. പണ്ട് പിണങ്ങിയിരിക്കുമ്പോൾ അവൾ വന്ന് തോൾ തൊടുന്നതുപോലെ ഒരു സ്പർശം. അയാൾ മെല്ലെ കണ്ണുകൾ അടച്ചു. ആ ഇരുട്ടിലും ദൂരെ ഒരു വെളിച്ചം തെളിയുന്നത് പോലെ അയാൾക്ക് തോന്നി. അവിടെ ഒരു വീടുണ്ട്, മുറ്റത്ത് അവളുണ്ട്. ഒന്ന് വേഗം വന്നൂടെ മാധവേട്ട എന്ന് പഴയ പരിഭവത്തോടെ അവൾ ചോദിക്കുന്നെന്ന് കാത്ത് മാധവൻ ആ കസേരയിൽ സ്ഥിരമായിരുന്നു. സ്വസ്ഥമായിരുന്നു. ഒരു പുഞ്ചിരിയോടെ അയാൾ മയക്കത്തിലേക്ക് മെല്ലെ വഴുതി വീണു.